ഇടയ്യോ ഓക്കെ ആണോ? പറയിപ്പിക്കാനായിട്ട് ഉണ്ടായത് സിനിമാന്നും പറഞ്ഞ് നടന്നു. ഇങ്ങനെ മകൻ ഇടയ്യോ ഓക്കെ അല്ലാന്ന് എനിക്കറിയാം. എന്തേലും പ്രശ്നമുണ്ട് എൻ്റെ അടുത്ത് പറ. എന്തേലും പ്രശ്നം പറഞ്ഞു കഴിഞ്ഞാലേ അത് സോൾവ് ചെയ്യാൻ പറ്റുള്ളൂ. ഇനി ഒരാളുടെ അടുത്ത് പറഞ്ഞാലല്ലേ അത് ഒരു ആശ്വാസമെങ്കിലും ആവില്ല എനിക്ക്. എടാ എനക്കറിയണല്ലടാ, സിനിമ നടന്നിട്ട് എവിടെ എത്തണില്ലടാ. ഇപ്പാണ് ഡിഗ്രി നിർത്തേണ്ടി വന്നു. ഇതാണ് മൊത്തം പ്രശ്നം. എന്താ ചെയ്യേണ്ടതെന്ന് തന്നെ അറിയില്ല. എന്താ ചെയ്യാ, മൊത്തം ഒന്നും ശരിയാവുന്നില്ല. എത്രയായിട്ടും എടാ ഒക്കെ റെഡിയാവും. എന്ത് റെഡിയാവാനാടാ? അച്ഛനും അമ്മയൊക്കെ ഇപ്പൊ എന്താ പറയുന്നേ, ഇങ്ങനൊരു മകൻ വേണ്ടില്ലായിരുന്നു എന്നാ. ആ മക്കളില്ല എന്നുള്ള പരാതിയല്ലേ ഉള്ളൂ. എടാ എല്ലാരും കൂട്ടത്തേക്കും ഞാൻ തിരിച്ചും കളിച്ച് നിക്കാന്നുള്ളൂ. എന്റെ ഉള്ളിലെ അവസ്ഥ അതല്ല. എടാ ഇപ്പൊ തന്നെ ഒരു അടി കഴിഞ്ഞിട്ട് ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങി പോന്നാ. ഞാൻ വീട്ടിൽ നിന്ന് കുറച്ചാൽ മാറി എന്നാലോന്ന് ആലോചിക്കുക. ആവണില്ല. എടാ ഈ എത്രാന്ന് വെച്ചിട്ട് ഒളിച്ചോടുക? ഇപ്പൊ ഈ ഒരു പ്രശ്നം വന്നിട്ട് ഈ ഒളിച്ചോടി, ഇനിയിപ്പോ അവിടെ വല്ല പ്രശ്നം ഉണ്ട് അവിടുന്ന് ഈ ഒളിച്ചോടേണ്ടി വരില്ലേ? അപ്പൊ ഇനി ഈ ഒരു പ്രശ്നത്തിൽ ഒളിച്ചോടി കഴിഞ്ഞാൽ ഈ ജീവിതകാലം മുഴുവൻ ഒളിച്ചോടുന്നു. എനക്ക് എന്റേതായിട്ടുള്ള ഒരു കഴിവില്ല, എനിക്ക് അഭിനയിക്കാനുള്ള ഒരു കഴിവില്ലേ? ഈ അതുമായിട്ട് മുന്നോട്ട് പോകും. ഒന്ന് റീസ്റ്റാർട്ട് അടിക്കുക, ഡിഗ്രി ഡ്രോപ്പ് ആക്കിന്ന് അറിയാം. എടാ അച്ഛനമ്മ എന്നോടൊപ്പം മിണ്ടുന്നില്ല. എന്റെ കുടുംബക്കാരൊക്കെ വന്നിട്ടേ ഇപ്പൊ ഡിഗ്രിക്ക് പോകുന്നുണ്ടോ അപ്പൊ ഒരു ഉണ്ടെന്ന് മുന്നിന്ന് അവര് പോയതിനു ശേഷം ചീത്ത പറയാനായിട്ട് അപ്പൊ എന്നോട് ആകെ മിണ്ടുന്നു. അല്ലാതെ മിണ്ടുന്നില്ല. എടാ വിഷ്ണു, ഈ ആകൊരൊറ്റ മോനെ എന്റെ വീട്ടായിരുന്നു. അപ്പൊ എന്നെ പറ്റി കുടുംബക്കാരും നാട്ടുകാരൊക്കെ ഓരോന്ന് പറയുമ്പോ ഒരു വെറുതെ തോന്നുന്നുണ്ട്. ഓരോ മനസ്സുള്ള ആ സങ്കടം ഉണ്ടല്ലോ, അതാണ് ദേഷ്യത്തിന്റെ രൂപത്തിൽ എന്റെ അടുത്ത് കാണിക്കുന്നത്. എടാ അച്ഛനമ്മയ്ക്ക് ഞാൻ ഒറ്റ മോനെയുള്ളൂ, എനിക്കറിയാം. അവർക്ക് നല്ല വിഷമം ഇതിനെ കുറിച്ചിട്ട്. പക്ഷെ ഞാൻ നല്ല രീതിയിലായിട്ട് ഓരോ നല്ല രീതിയിൽ നോക്കണം എന്റെ ആഗ്രഹം. എടാ എനക്ക് ദൈവം എത്ര വിഷമം തരുന്ന എന്തുകൊണ്ടാ അറിയോ? എനക്കത് താങ്ങാനുള്ള ശേഷിയുള്ളതുകൊണ്ടാ. ഈ ജയിക്കും, കാരണം എന്റെ ജയ ആഗ്രഹിക്കുന്ന കുറച്ചാണെങ്കിലും എന്റെ ചുറ്റുമുണ്ട്. ഞാൻ ജയിക്കൂടാ, ഉറപ്പാ. ഞാൻ സിനിമയിലെത്തും. അന്ന് അച്ഛനമ്മ അഭിമാനത്തോടെ പറയും ഇതെന്റെ മകനാണ്. ഞാൻ നല്ലൊരു നടനാകും, ഉറപ്പാ. പിന്നല്ല, അത്രേ ഉള്ളൂ. നമുക്കൊരു ചായ പിടിക്കാൻ പോകാം.